இது எந்த ஊர் அண்ணா? நம்ம எதுக்காக இங்கே வந்தோம்? என்கிட்ட இருந்து காசு வாங்கிட்டு திருப்பி கொடுக்காம ஒருத்தன் இந்த ஊர்ல இருக்கண்டா. அவனை தூக்குறதுக்காகத்தான் நாம இங்க வந்தோம். அண்ணா இது வந்து கேரளா, நமக்கு தெரியாத ஊர். இங்கே வந்து எப்படி அவனை கண்டுபிடிக்கிறது? கொஞ்சம் ரிஸ்க் தான். ஆனாலும் அவனை தூக்காம நான் இங்கிருந்து போக மாட்டேன். டேய், ஏதோ ஒருத்த வரா. நீ போய் அவங்கிட்ட அந்த பயலோட வீடு எங்க இருக்குன்னு கேளு. தம்பி, எங்ககிட்ட இருந்து காசு வாங்கிட்டு இங்கே ஒருத்தன். அண்ணா அவனோட பேர் என்னண்ணே? സുഭാഷടാ. ആണ് തമ്പി, അവൻ പേര് സുഭാഷ്. ഈ സുഭാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ 3-4 സുഭാഷ് ഉണ്ട്. ഈ തൊട്ടി സുഭാഷ്, പട്ടി സുഭാഷ്, വാളി സുഭാഷ്, അങ്ങനെ കുറേ പേരുണ്ട്. ഇതിലേതാ? அப்படி கேட்டால் தெரியாதே. இது அண்ணன் கிட்ட கேட்டு சொல்கிறேன். அண்ணா. என்ன விஷயம்? அண்ணா இங்கே எக்கச்சக்கமான சுபாஷ் இருக்கு. நாம தேடி வந்து எந்த சுபாஷ்னு பார்த்து. அவனோட பேரெல்லாம் கரெக்டா தெரியாது. ஆனா அவனோட போட்டோ என்கிட்ட இருக்கு. ஓ, இவன் தான். ദൈവം, ഇത് അവനാണല്ലോ ഓന്ത് സുഭാഷ്. എന്നടാ, தெரியுமா ഇവനെ? ഇവനെയോ? എനിക്കൊന്നും അറിയത്തില്ല. അണ്ണനാരാ? അണ്ണന്റെ പേരെന്തുവാ? എൻ പേര് മുരുകേസ്. വട്ടി മുരുകേസ്. പട്ടി മുറുകുന്ന? ഏയ്, പട്ടി ഉറുമ്പുന്നല്ല, വട്ടി മുരുകേസ്. അയ്യോ മുരുകേശണ്ണ, എനിക്കിവനെ തെരിയത്തേ ഇല്ല. ഇങ്ങനെ ഒരുത്തരും ഈ നാട്ടിൽ പോലും ഇല്ല. இதுதான் அவனோட ஊர்னு அவன் என்கிட்ட முன்னாடி சொல்லிருக்கேனே. ഇതൊന്നും അല്ല അവന്റെ ഊര്. അണ്ണൻ ഇവിടെ കിടന്ന് ഊരിയിട്ട് ഒരു കാര്യമില്ല. അവൻ ഉള്ളടത്തി ചെന്ന് ഊര്. ഞാൻ പോട്ടെ. அண்ணா இவன் நம்ம போய் சொல்கிறேன். நம்ம தேடி வந்தோம் இந்த ஊரில் தான் இருக்கு. எனக்கும் அப்படித்தான் தோணுது. ஒருவேளை இவனை ஃபாலோ பண்ணிட்டா அந்த பயலை பிடிக்கலாம். എന്റെ പൊന്നു ചേട്ടാ, ഇന്ന് ഞാൻ ചേട്ടന്റെ പറമ്പിൽ കയറി മോഷ്ടിച്ചിട്ടില്ല. ആ ബെസ്റ്റ് നീ ആയിരുന്നു. நான் சொல்லலே, நான் தேடி வந்தவன் இவன் தான். നീ ഇവിടെ കണ്ടവന്റെ കൊക്കോത്തുണ്ടും മാരിക്കൊണ്ടിരുന്നു. നിന്നെ അന്വേഷിച്ചാ തെണ്ടി. ആ പാണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. പാണ്ടിയോ? ഏത് പാണ്ടി? ഏതോ ഒരു തൊട്ടി മുരുകേശൻ. ദൈവമേ, മുരുകേശണ്ണൻ. എന്നെ അന്വേഷിച്ച അയാൾ ഇവിടെ വരെ വന്നോ? അല്ല, നീ ഇതെങ്ങനെ അറിഞ്ഞേ? നിന്നെ പറ്റി അയാൾ എൻ്റെ അടുത്താ വന്ന് അന്വേഷിച്ചത്. നിന്നെ എനിക്ക് അറിയത്തില്ല, ഞാനിവിടെ ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ അങ്ങനെ പറഞ്ഞ നന്നായി. നീ പേടിക്കണ്ടടാ, ഞാൻ അയാളെ വിരട്ടി ഓടിച്ചിട്ടുണ്ട്. അയാൾ ഇനി ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. നീ വാ, നമുക്ക് 2 ചായ കുടിക്കാം. അണ്ണനെ ഉദ്ദേശിച്ച ആൾ ഇവനാ. ஏய், என்னை கண்டுபிடிக்க மாட்டேன்னு நினைச்சியா? എന്നെങ്കിലും ഒരു ദിവസം അണ്ണൻ എന്നെ തേടി എത്തുമെന്ന് എനിക്ക് അറിയായിരുന്നു. எங்கடா என்கிட்ட வாங்கின காசும் வட்டியும்? എന്റെ പൊന്നണ്ണ, അണ്ണനെ ഞാൻ ആ പടം 4 മാസത്തെ കാശിലെ തരാനുള്ളൂ. டேய், நீ என்கிட்ட காசு வாங்கினதே 4 மாசம் முன்னாடி தான்டா. வாங்குற காசும் வட்டியும் ஒழுங்கு மரியாதையா திருப்பி கொடுத்துடு. அது வாங்காமல் நாங்கள் இங்கிருந்து கிளம்ப மாட்டோம்டா. അണ്ണൻ നിങ്ങൾ വന്നേ, ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. சூத்திரனாவது ஷேருவாவது. வாடா, காசு வாங்காம இன்னைக்கு போவான். என்னடா காய் இது? இதுவா அண்ணே முக்கியம்? இதோ அவன் போற பாரு. അണ്ണാ, ഇതാണ് എൻ്റെ പറമ്പ്. ഇവിടുന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. என்னடா சொல்ற? இங்க ஆதாயവും കാണാ, ஒரு வெங்காயവും കാണാ. അതല്ലേ പറഞ്ഞത്. വാ. என்னடா இவ ஒரே இடத்துல நிக்காம போயிட்டே இருக்குதே. அங்க என்ன பார்த்துட்டு இருக்குது? இங்க வா. അണ്ണാ, അണ്ണാ എൻ്റെ കഥയൊന്ന് കേൾക്കണം. ചെറുപ്പം തൊട്ടേ ഞാൻ ഈ നാട്ടിലാണ് ജീവിച്ചത്.
அண்ணே என்னண்ணே சொல்றது கேட்கலையே. அதான் எனக்கும் கேட்க மாட்டேங்குது. என்ன இவன் பேசுறா? കുഞ്ഞാലിലോട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തി എന്നെ ആർക്കും വേണ്ടാതെ അണ്ണാ. ഇതാണ് എൻ്റെ ശരിക്കും കഥ. கதையா? எந்த கதை எதுவும் கேட்கலையே. அடா மூக்குக்கு பிறந்த மூதேவி அங்க போய் நின்று சொன்னா எப்படா கேட்கும்? அது இங்க நின்று சொல்ல வேண்டியதானே. എൻ്റെ പൊന്നെണ്ണ ഇപ്പം ഇത്ര നേരം ഞാൻ പറഞ്ഞ എൻ്റെ കഥയൊന്നും അണ്ണൻ കേട്ടില്ലേ? இல்ல ഈ കാണുന്ന സ്ഥലത്തായിരുന്നു ഞാൻ കൃഷി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നേ. അതെല്ലാരും കൂടെ ഒന്ന് വാന്തി കളഞ്ഞു. ഇനി അണ്ണൻ തന്നെ പറ ഞാൻ എന്താ ചെയ്യണ്ടേ? വേണം. അതെ അണ്ണാ, ഇവൻ പറഞ്ഞ എല്ലാം സത്യമാണ്. ഭയങ്കര ദയനീയത ഇവന്റെ അവസ്ഥ. അണ്ണന്റെ പൈസ ഒന്നും കിട്ടുമെന്ന് തോന്നണില്ല. அப்புறம் நீ என்கிட்ட வாங்கின அந்த 2 லட்சத்தை என்னடா பண்ணிட்டே? അണ്ണാ സത്യം പറ, അണ്ണൻ്റെ ഈ 2 ലക്ഷം രൂപ ഞാൻ മേടിച്ചത് ദേ ഇവന് കൊടുക്കാനാ. என்னடா சொல்றே? இவனுக்காகயா? എനിക്കെപ്പോഴാണ് നീ പൈസ മേടിച്ചു തന്നെ? നീ കഴിഞ്ഞ 3 മാസം മുമ്പ് ആശുപത്രിയിൽ ട്രിപ്പ് ഇട്ട് കിടക്കുക. ഒരു 2 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനന്തൂരിയെ കൊടുത്തു വിട്ട് നീ ഓർക്കുന്നില്ലേ? ഉണ്ടല്ലോ. ആ കാശേ ഞാൻ ഈ അണ്ണച്ചിരിയിൽ നിന്ന് മേടിച്ചതാ. அந்த காசு நீ என்னடா பண்ணிட்டே? അല്ല, അത് പിന്നെ ഞാൻ ഈ കുണുമണാലി വരെ ഒരു ട്രിപ്പ് என்னடா சொன்ன? ഇട്ട് കിടക്കാൻ പോയതാന്ന്. എന്തിനാണ് നീ കുളുമണാലിക്ക് ട്രിപ്പ് ഇട്ട് കിടക്കാൻ വേണ്ടി പോയെ? അവിടെ ആശുപത്രി ഉണ്ടല്ലോ. എടാ തിണ്ടി, നീ അപ്പൊ എന്നെ കൂട്ടാതെ മണാലിക്ക് ഒറ്റയ്ക്ക് ട്രിപ്പ് പോയതാണല്ലേ? അണ്ണാ അണ്ണന്റെ കാശ് ഇപ്പൊ വേണമെങ്കിൽ ദൈവനെ പിടിച്ചു. டேய் எட்ரா 2 லட்சத்தை? അണ്ണാ, ഈ കേരളത്തിൽ വന്നിട്ട്, അത് എന്റെ സ്ഥലത്ത് വന്നിട്ട് കാശ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അണ്ണന് തോന്നുന്നുണ്ടോ? டேய் நாம யாருன்னு இவனுக்கு காட்டுடா. பாரு பாரு நல்லா பாரு, தீட்டி வச்சா கத்திய பாரு. ഞാനൊന്ന് സൊസൈറ്റി വരെ പോയിട്ട് വരാം കേട്ടോ. അതിനിവിടെ സൊസൈറ്റി. டேய் காசு தர்ற வரைக்கும் நீ எங்க கூடியிருக்கு தம்பி? நட நட நவராம நட, இல்ல குண்டில ஓட்ட விழுந்து. അണ്ണാ അവിടെ ഒന്നും ഓട്ട ഇടില്ല അണ്ണാ. ദൈവമേ, അണ്ണാച്ചി അവനെ പൊക്കിയില്ലോ. ആ കൊക്കോയെ കൊക്കൊക്കെ എടുത്ത് കിടപ്പുണ്ടല്ലോ, അതങ്ങ് പറിച്ചേക്കാം.